സ്കൂളിൽ പഠിക്കുന്ന കാലമൊക്കെ കാണിക്കുകയാണ്. ഹോയങ് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് എതിർവശത്തെ സ്റ്റോപ്പിലൊക്കെ ഇരിക്കുകയായിരുന്നു ഹോഞ്ചുവും. അവനാകട്ടെ കയ്യിലുണ്ടായിരുന്ന കുറേയധികം കാസറ്റ് ഒക്കെ എടുത്തു വെച്ച് അവൾക്ക് നൽകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹോയങ്ങിന്റെ അമ്മയും അവനെ കോൾ ചെയ്യുന്നു. ഈ മാസം തന്നെ അമ്മ അവനെയും കൊണ്ട് യുഎസിലേക്ക് മടങ്ങി പോകുമെന്നായിരുന്നു പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവനതിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും അമ്മ ഒരിക്കലും ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും മാറ്റുവാനായിട്ട് പോകുന്നില്ല. അമ്മയും അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനും ആകെ വിഷമിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളും അവനെ കണ്ടതിന് ശേഷം അവന്റെ അടുത്തേക്കൊക്കെ വരുവാനായിട്ട് തുടങ്ങുകയാണ്. അവളും ഇതുപോലെ പരുന്നക്കാരൊക്കെ അറിയുമ്പോഴത്തേക്കും തൊട്ടു മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ബസ്സിലൊക്കെ കയറി അവനും പോകുന്നു. നിന്റെ പ്രണയം ഇല്ലാതായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഹോഞ്ചുന്റെ അടുത്ത് ഹോയങ് പറഞ്ഞതിന് ശേഷം അവളുടെ കാലിന്റെയും ഹൃദയത്തിന്റെയും മുറിവുകൾ ഒരുപോലെ ഭേദമാകട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവനും അവളെ കിസ് ചെയ്യുന്നു. അവൻ തന്നെ പറ്റിക്കുവാനായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്ന അവളും അവന് വഴക്കൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് 10 വർഷം മുമ്പും ഇപ്പോഴും നിന്നെ ഒരുപോലെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ അവനും തുറന്നു പറയുന്നു. എനിക്ക് അന്നും ഇന്നും നിന്നെ ഇഷ്ടമില്ല, ഇനിയും നിന്നെ ഇഷ്ടപ്പെടുവാനായിട്ടൊന്നും പോകുന്നില്ല, നമ്മളും വെറും ഫ്രണ്ട്സ് മാത്രമാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നമ്മൾ കിസ് ചെയ്യുക വരെ ചെയ്തു, ശരിക്കും നമ്മൾ ഫ്രണ്ട്സ് മാത്രമാണോ എന്ന് നീ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചൊക്കെ നോക്കുവാനായിട്ട് പറഞ്ഞ് അവനും പോകുന്നു. ക്യുങ്ടെക്ക് സ്കൂളിലൂടെ ഓടുന്ന സമയത്ത് ഹൈജി അവനെ കാണുകയാണ്. ഹൈജി ആകട്ടെ അവനെ വായി നോക്കിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അവനും ശരിക്കും ഓടുവാനായിട്ട് ഉദ്ദേശിച്ച വഴി കൂടെ അല്ലാതെ തിരിച്ച് സ്കൂളിന്റെ അകത്തേക്കൊക്കെ ഓടുന്നു. എന്തായാലും നേരത്തെ അവൻ നൽകിയിട്ടുണ്ടായിരുന്ന ഷൂസ് ഒക്കെ തിരിച്ചു കൊടുക്കാനായിട്ടുണ്ട്. എന്നാൽ പിന്നെ അവന്റെ പിന്നാലെ തന്നെ പോയേക്കാമെന്നൊക്കെ ഓർത്ത് ഹൈജിയും പോകുന്നു. ഇടയ്ക്ക് ഹൈജി അവനെ കാണുമ്പോഴാകട്ടെ അവനും ഓരോ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകുകയാണ്. എങ്കിൽ പോലും അവളും പിന്നാലെ തന്നെ ഓടുന്നു. ഒടുവിലായിട്ട് അവൻ കയറിയിട്ടുണ്ടായിരുന്ന റൂമിലേക്കൊക്കെ അവൾ കയറുന്നുണ്ടെങ്കിലും റൂമിൽ അവനെ കാണാത്തത് കൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ അവനും അവിടേക്ക് ഒളിച്ചിരിക്കുകയായിരുന്നു. സങ്പിലിന്റെ അടുത്തേക്ക് ഹോഞ്ചുവും എത്തുകയാണ്. ഹോഞ്ചു ആക്കട്ടെ സങ്പില് സവാളൊക്കെ അരിയുന്നത് കാണുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ അതിലും കൂടിയേക്കാമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവൻ ചെയ്തതുപോലെ തന്നെ ചെയ്യുകയാണ്. പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട്. അവനാകട്ടെ കൃത്യമായിട്ട് അതിന്റെ തൊലി മാത്രമാണ് പൊളിക്കുന്നതെങ്കിൽ അവള് ഒരു സവാളയൊക്കെ പൊളിച്ച് പൊളിച്ച് ഏറ്റവും ഒടുവിലായിട്ട് വെളുത്തുള്ളിയുടെ പരുവത്തിൽ വരെ അത് എത്തിക്കുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് ആരെയും ഡേറ്റ് ചെയ്യാത്തതെന്നൊക്കെ സങ്പിലിന്റെ അടുത്ത് ഹോഞ്ചു ചോദിക്കുമ്പോഴത്തേക്കും നേരത്തെ അവനും ഹോങ്ചുനെ ഹൈജീനെയും ഡേറ്റ് ചെയ്യുവാനായിട്ടൊക്കെ വിളിച്ചതാണ്. പക്ഷെ അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാകട്ടെ അവനെ റെസ്റ്റോറന്റ് പരിപാടിയൊക്കെ ആയി പോയതിനു ശേഷം ആരെയും തന്നെ ഡേറ്റ് ചെയ്യുവാനായിട്ട് അവനും തോന്നിയില്ല എന്നാണ് തുറന്നു പറയുന്നത്. മാത്രല്ല ഈ ഒരു സമയത്ത് നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്നൊക്കെ സങ്പിലും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളും അതിന് കൃത്യമായിട്ടൊരു മറുപടി ഒന്നും പറയാതെ അവനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. സവാളയൊക്കെ പൊളിക്കുവാനായിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നാലും മതി, ഞാൻ അതൊക്കെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും എന്നൊക്കെ അവളും പറയുന്നു. അത് കേട്ട് ഉടനെ തന്നെ അവനും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സവാളയും അവൾക്ക് നൽകുകയാണ്. അങ്കിളും ഹുയിങ്ങിനെ ഓഫീസിലൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അവനെ കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അങ്കിളിന്റെ ഓഫീസിന് മുമ്പിലായിട്ട് ഒരു കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്കിളും കാണുന്നത്. ഈ ഒരു കാറ് പല തവണയായിട്ട് തന്റെ ബിൽഡിങ്ങിന് മുമ്പിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാറിന്റെ ഓണറിനെ വിളിക്കുകയാണ് അങ്കിളും. ആ ഒരു കാറിന്റെ ഓണർ നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ തന്നെ ഹോഞ്ചുവിന്റെ ബോസാണ്. നിങ്ങൾ എന്റെ ബിൽഡിങ്ങിന് മുമ്പിൽ കാറൊന്നും പാർക്ക് ചെയ്യുവാനായിട്ട് പാടില്ല, ഞാൻ അതിനെ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ നിൽക്കുമ്പോഴത്തേക്കും ഞാനും നിങ്ങളുടെ ബിൽഡിങ്ങിന് മുമ്പിലായിരുന്നില്ല, മറ്റൊരു ബിൽഡിങ്ങിന് മുമ്പിലായിരുന്നു കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരും കാറ് പാർക്ക് ചെയ്യാനുള്ള അനുമതിയൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ബോസും തിരിച്ചു സംസാരിക്കുന്നത്. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഇടം ഉണ്ടായിട്ട് പോലും കൃത്യമായിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ എന്ന രീതിക്ക് കാർക്ക് പാർക്ക് ചെയ്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ സ്റ്റാഫ്സിന് ഒരു സംശയമൊക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു സ്റ്റാഫ്സ് നമ്മുടെ ബോസിന്റെ കൂടെയുള്ള സ്റ്റാഫ്സ് ആണ്. എന്തുകൊണ്ടാണ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ബോസ് ഇപ്പോൾ ബുക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബിൽഡിംഗ് ഒക്കെ മേടിക്കുവാനായിട്ട് കുറെ വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ ഇരിക്കാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ബുക്ക് വന്നിട്ട് ഈ ഒരു ബിൽഡിംഗ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ ആഗ്രഹിച്ച ഒരു വസ്തു അത് എങ്ങനെയും സ്വന്തമാക്കണമെന്നതാണ് ബോസിന്റെ ഒരു നിയമം. അങ്ങനെ ഇരിക്കെ ബോസ് പ്രതീക്ഷിക്കാതെ അവരത് സ്വന്തമാക്കിയതിനുള്ള ദേഷ്യം കൊണ്ടായിരുന്നു ഇതേപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഫസ്റ്റ് ലവിന്റെ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്കിളും ഒരു പക്ഷേ ബോസിന്റെ ഫസ്റ്റ് ലവ് അങ്കിൾ ആയതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ സംശയിക്കുന്നു. അങ്കിളും ഈ ഒരു സംശയമൊക്കെ ബോസിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ബോസും അവനെ കളിയാക്കിയൊക്കെ ചിരിക്കുകയാണ്. ബോസിന്റെ ഫസ്റ്റ് ലവ് ഒന്നും അവൻ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ബോസും അങ്ങനെയൊക്കെ പെരുമാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നീ എന്റെ ഫസ്റ്റ് ലവ് ഒന്നും അല്ല എങ്കിൽ ഒരിക്കലും ഇനി എന്റെ ബിൽഡിങ്ങിനോട് ചേർത്ത് കാർ പാർക്ക് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്കിളും ആകെ ദേഷ്യപ്പെടുന്നു.
വളരെ ഹാപ്പി ആയിട്ട് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോയിങ്. അങ്ങനെ ഇരിക്കെ അങ്കിൾ എത്തിയതിനു ശേഷം നിന്നോട് എത്രയും വേഗം ഹെഡ് ഓഫീസിലേക്കൊക്കെ എത്തുവാനായിട്ട് അമ്മ പറഞ്ഞിട്ടില്ലായിരുന്നോ? നീ പെട്ടെന്ന് അവിടേക്ക് എത്തിയതിനു ശേഷം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊജക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് അതൊക്കെ തീർക്കാൻ നോക്ക്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫറിനൊക്കെ നോക്ക്. അതല്ലേ കൂടുതൽ നല്ലതെന്നാണ് അങ്കിളും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2 മാസത്തോളം സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ അവന് പോകുവാനായിട്ട് താല്പര്യമില്ലാതൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അങ്കിളും ആകെ ദേഷ്യപ്പെടുന്നു. അങ്കിളിനാകട്ടെ അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഇത്രയ്ക്ക് ടെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത സെന്റൻസിൽ നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന രീതിക്കൊക്കെ പറയുന്നു. നീ ആകട്ടെ നിന്റെ ഫസ്റ്റ് ലവിന് വേണ്ടിയിട്ട് ലൈഫ് തന്നെ റിസ്കിലാക്കുവാനായിട്ട് നോക്കുകയാണ്. നിനക്ക് മാത്രമല്ല എനിക്ക് ഫസ്റ്റ് ലവ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്കിളും പോകുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ ബോസിനോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ തീർക്കുന്നതാണ്. ഹൈജയും ക്യുങ്ടെക്കിനെ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ക്യുങ്ടെക്കിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോയതിനു ശേഷം എന്തായിരുന്നു ഹൈജയുടെ അച്ഛൻ ക്യുങ്ടെക്കിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹൈജയും ചോദിക്കുന്നു. ഈ ആഴ്ച മൗണ്ടനിലൊക്കെ പോകുവാനായിട്ടായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ക്യുങ്ടെക്ക് പറയുമ്പോഴത്തേക്കും ആകട്ടെ ഞങ്ങൾക്കൊക്കെ ശരിക്കും അങ്ങനെ പോകുവാനായിട്ട് പോലും മടിയാണ്. എങ്കിലും എന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് അച്ഛന്റെ കൂടെ പോകുന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ അവളും പറയുകയാണ്. മാത്രമല്ല അടുത്ത ദിവസം അവൻ ഫ്രീ ആകുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനും ഓരോരോ റീസൺസ് ഒക്കെ പറഞ്ഞ് ഒഴിവാക്കുവാനായിട്ടൊക്കെ നോക്കുകയാണ്. പക്ഷെ അവളാകട്ടെ ഹോഞ്ചന്റെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിച്ചത് നീ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നാളെ നമുക്ക് ഒന്നിച്ചു പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അവളും പോകുന്നു. സാങ്പിലിന്റെ കടയിലേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു ഹോഞ്ചുവും. സാങ്പിലാകട്ടെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഹോയിങ്ങിന് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഹോയിങ്ങും അവളെ കാണുവാനായിട്ട് പോകുവാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു. ഇനി സാങ്പിലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് ഹോയിങ് എത്രയും വേഗം ഇവിടെ എത്തുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അവൾക്കും അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം ഫുഡൊക്കെ ശരിക്കും കഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. എന്തായാലും ഹോയിങ് അവളെ അന്വേഷിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സാങ്പിലും അവൾ ഇവിടെ നിന്നും ഇറങ്ങി ഓടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവനോട് പറയുന്നത്. ഇപ്പോഴവളും ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹോയിങ്ങിനെ ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവന്റെ അടുത്തേക്കൊക്കെ ഓടി പോയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചുമൊക്കെ ഓർത്തെടുക്കുന്നു. അങ്ങനെ ഇരിക്കാണ് ഹോൻചുവിന് ഒരു മെസ്സേജ് ഒക്കെ വരുന്നത്. മറ്റൊന്നും തന്നെ ആയിരുന്നില്ല, കള്ള് കുടിച്ചിട്ടുണ്ടായിരുന്ന ജൂൺഹോ അവളെ ചീത്ത വിളിച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെ ആയിരുന്നു അത്. അതായത് ഇപ്പോൾ ജൂൺഹോനെ കാണിക്കുമ്പോഴത്തേക്കും ജൂൺഹോയ്ക്ക് അവൾ എഴുതിയിട്ടുണ്ടായിരുന്ന കത്തുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള പേപ്പേഴ്സിലൊക്കെ ആയിരുന്നു. എല്ലാ നിറവും എപ്പോഴും മാറുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ കറുത്ത നിറം മാത്രം ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോടുള്ള പ്രണയവും കറുപ്പാണ് എന്നൊക്കെ ആയിരുന്നു ആ കത്തുകളിൽ ഒന്നിൽ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവൾ തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴവൾ ആകെ മാറിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ആകെ കരയുകയാണ്. അവന്റെ അടുത്തേക്ക് അവൾ തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അവൻ ഇപ്പോഴും ഇരിക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.